അബ്ദുറഹീമിനെ കണ്ട ശേഷം മാതാവ് പാത്തുമ്മ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും കണ്ണു നിറക്കും. അത്ര സന്തോഷവതിയായാണ് ഉമ്മ ഈ വാക്കുകൾ പറഞ്ഞത്. ഞാൻ എൻ്റെ പൊന്നുമകനെ കണ്ടു. അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അവൻ എനിക്ക് ചായ തന്നു, ഞാൻ അവനും കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാണ് എന്നാണ് പാത്തുമ്മ ഉമ്മ അബ്ദുറഹീമിനെ കണ്ട ശേഷം മാധ്യമത്തോട് പറഞ്ഞത്. ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്. 18 വർഷമാണ് ഉമ്മ കാത്തിരുന്നത് തൻ്റെ പൊന്നുമകന് വേണ്ടി. നിരന്തരമായി പ്രാർത്ഥിച്ചു തൻ്റെ മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അള്ളാഹു അത് സ്വീകരിച്ചു. ഉമ്മാൻ്റെ പ്രാർത്ഥന ഫലിച്ചു. ജനം ഉമ്മാനെ ചേർത്ത് പിടിച്ചു. അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കി. ഈ വരുന്ന 17-ാം തീയതി അബ്ദുറഹീമിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകാനുള്ള അവസരം ഏകനായ റബ്ബ് നൽകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. പാത്തുമ്മ ഉമ്മാക്ക് ഇനിയും ദീർഘകാലം അബ്ദുറഹീമിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ എന്നും. കഴിഞ്ഞ 30-ന് സൗദി റിയാദിലെത്തിയ ഉമ്മാനെ അതിനുശേഷം അബ്ദുറഹീമിനെ കാണാൻ കൊണ്ടുപോയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത്. എനിക്കിപ്പോൾ ഉമ്മാനെ കാണേണ്ടതില്ല എന്നാണ് അബ്ദുറഹീം പറഞ്ഞത്. അത് കേരളത്തിലെ ഓരോ മനുഷ്യനെയുമാണ് വേദനിപ്പിച്ചത്. കാരണം പാത്തുമ്മ ഉമ്മയുടെ ഈ തീരാവേദന അല്ലെങ്കിൽ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മകനെ കാണണം എന്നതാണ് എന്ന് ഓരോ മലയാളിക്കും വ്യക്തമായി അറിയാവുന്നത് കൊണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ജയിലിൽ പോയിട്ട് റഹീമിനെ കണ്ടു. അബഹ അമീറിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ അഷ്റഫ് കുറ്റിച്ചാലും ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ്, അബഹാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ജയിലിൽ സന്ദർശിച്ചത്. റഹീമിനെ കണ്ടവരൊക്കെ ഉമ്മ കണ്ടു, കെട്ടിപ്പിടിച്ചു. ഞാനും അമ്മാവനും ഒപ്പം ഉണ്ടായിരുന്നു. അരമണിക്കൂറിലധികം നമ്മൾ അവിടെ ചിലവഴിച്ചു. ചായയും ഒക്കെ വെള്ളവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് റഹീമിനോട് യാത്ര പറഞ്ഞ് പോകുന്നത്. ഒരാഴ്ചക്കാകുമ്പോൾ തന്നെ അടുത്ത സിറ്റിങ്ങോട് കൂടി തന്നെ റഹീമിൻ്റെ മോചനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടെ റഹീമിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോരുന്ന വഴി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കയറി. അവിടെ ഡെപ്യൂട്ടി അംബാസിഡർ അബു മാത്യു ജോർജ്, അതുപോലെ വെൽഫെയർ ഓഫീസർ മൊയിൻ അക്തർ, ജയിൽ ഓഫീസർ രാജീവ് സിക്കിലി, യൂസുഫ് കാക്കഞ്ചേരി, നമ്മുടെ പവർ അറ്റോണി സിദ്ദീഖ് തൂവർ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അവരോടൊക്കെ നമ്മൾ നന്ദിയും ഇത് അറിയിക്കാനായിരുന്നു പോയിരുന്നത്. എല്ലാം നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ചു. അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും റഹീമിന് വേണ്ടി ഇത്രയും വർഷം 18 വർഷം വർക്ക് ചെയ്ത എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇതോടൊപ്പം തന്നെ ഇത്രയും കാലം നമ്മോടൊപ്പം നിന്ന് നമ്മോട് സഹകരിച്ച എല്ലാവരോടും, ഇപ്പോൾ റഹീമിനെ കാണാൻ ദൈവം അനുഗ്രഹിച്ച് ഇവിടെ എത്തിച്ച് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മുടെ ഒപ്പം നിന്ന് എല്ലാവരോടും കടപ്പാട് അറിയിക്കുകയാണ്, നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ മോനെ കണ്ട് അവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായപ്പ് കൊണ്ടേ തന്നെ ഓനും ഞാനിപ്പോൾ രാവിലെ കൈ ഒടിച്ച് തന്ന് ഞാൻ അതേമാതിരി ഒരവാരി വെച്ചെടുത്ത് ഓനും കുടിച്ച് സവാദത്തിൽ തിരിഞ്ഞിടാൻ പോകുന്നു പോലെയാണ് ഇപ്പോൾ.